ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ആക്ച്വലി ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്, കാർ കൾച്ചറിൻ്റെ ഭാഗത്ത് നിന്നൊരു ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ മിനി വ്ളോഗ്. ആക്ച്വലി ബേസിക്കലി ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു പണിയാണ്, അതിനെക്കുറിച്ചുള്ളൊരു വ്ളോഗാണ്. എൻ്റെ ഒരു BMW ഉണ്ട്, 2009 മോഡലാണ്, 325i. അതിൻ്റെ അകത്ത് കൂളൻ്റ് ഓയിൽ മിക്സായിട്ട് ഞാൻ ആദ്യം ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു, ഇവിടെ അടുത്ത് തന്നെ ഉള്ളടുത്ത്. ബട്ട് അവർ ഇപ്പോൾ പറയുന്ന അവർക്ക് റെഡിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവർ ഫുൾ കൂളിംഗ് സിസ്റ്റം ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത്. സോ അവിടുന്ന് വണ്ടി എടുത്ത് വേറെ അടുത്ത് കൊണ്ടുപോകണം, അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി വർക്ക്ഷോപ്പിൽ ചെന്ന് കാണാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. So I'll just show the interior. So ഞാൻ പോണച്ച് കാണിച്ചു തരാം. ആണ് നമ്മുടെ പ്രശ്നമായിരിക്കുന്നത്. ബെയറിങ്ങും കാര്യങ്ങളൊക്കെ, ഓറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഇവരിവിടെ പറയുന്നത് നമ്മുടെ അടുത്ത് എൻജിൻ ഓയിൽ കൂളർ, ഗിയർ ഓയിൽ കൂളർ, തെർമോസ്റ്റാറ്റ് ആൻഡ് പിന്നെ വാട്ടർ പമ്പ്, ഇത് മൂന്നും ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ബേസിക്കലി പറഞ്ഞാൽ ഫുൾ കൂളിംഗ് സിസ്റ്റം ചേഞ്ച് ചെയ്യണം, എക്സെപ്റ്റ് റേഡിയേറ്റർ ഇവർ ക്ലീൻ ചെയ്തിടാമെന്ന് പറയുന്നു. ആക്ച്വലി ഞാനിത് കുറച്ച് ദൂരം ഒന്ന് ഓടിക്കുകയും കൂടെ ചെയ്തിരുന്നു ഇത് സംഭവിച്ചതിന് ശേഷം. ബിക്കോസ് ഒരു ഹൈവേയിൽ വെച്ചിട്ടാണ് സംഭവിച്ചത്. ബേസിക്കലി ഒരു സ്റ്റോപ്പിലോട്ട് വരാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ കുറച്ച് ഓവർഫ്ലോ ഒക്കെ ആയിട്ടുണ്ട്. എൻ്റെ കണ്ടാൽ അറിയാം. ടാങ്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടാൽ ശരിയാവും. പിന്നെ ക്യാപ്പും പോയി, ക്യാപ്പും പ്രോപ്പർ ഫിറ്റ്മെൻറ്റ് ഇപ്പോൾ ആവുന്നില്ല. ഈ ക്യാപ്പിനും ഇഷ്യൂസ് ഉണ്ട് ബേസിക്കലി. ഓക്കെ, അപ്പം ഇനി ഈ വണ്ടിയെക്കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്യുവാണെങ്കിൽ, ഇത് ബേസിക്കലി ജർമ്മൻ സ്പെക്ക് വണ്ടിയാണ്. ഇവിടെ ബേസിക്കലി GCC സ്പെക്കാണ് ഇവിടുത്തെ ഉള്ളത്, ലൈക്ക് ദുബായ് ഉള്ളത്. അല്ലാതെ നമുക്ക് ജർമ്മൻ സ്പെക്ക്, കൊറിയൻ സ്പെക്ക്, US അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് കിട്ടും ഇത്. പക്ഷെ അങ്ങനെ വരുന്ന മിക്ക വണ്ടികളും ആക്സിഡൻറ്റ് സംഭവിച്ച് അവിടെ മീൻസ് US, ജർമ്മൻ അവിടെയൊക്കെ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന വണ്ടി ഇവിടെ ഓപ്ഷനിലെടുത്ത് വിൽക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. ബട്ട് ഇത് ബേസിക്കലി അങ്ങനത്തെ ഒരു വണ്ടിയല്ല. ഇതിൻ്റെ പ്രീവിയസ് ഓണർ ഒരു അറബിയായിരുന്നു. പുള്ളി ആക്ച്വലി ഇത് ജർമ്മനിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. ഇത് GCCയിലേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. ഇത് അറൗണ്ട് വണ്ടി പറയുവാണെങ്കിൽ ഏകദേശം ഒരു 250,000 കിലോമീറ്റർ ഡ്രിവണാണ് വണ്ടി. ബട്ട് സ്റ്റിൽ വണ്ടി ഓൾ ഗുഡ്, കണ്ടീഷനൊക്കെ ഗുഡാണ്. ഓടാതെ കിടന്നിട്ട് ബാറ്ററി റിമോട്ടിൻ്റെ ചാർജൊക്കെ ഡ്രെയിൻ ഓഫ് ആയി പോയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളങ്ങനെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചിപ്പോൾ നമ്മൾ ഇത് ദുബായ് അലൈൻ റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു 100 km/h ഇപ്പോൾ പോകുന്നത്. ഇവിടെ ദുബായ് റോഡ്സ് എന്ന് പറഞ്ഞാൽ 100 നമുക്ക് 120 വരെ മാക്സിമം പോകും. ഒരു 20 km/h ബഫറുണ്ട്. ബട്ട് എനിക്ക് ഇതിന് മുമ്പ് കുറേ സ്പീഡിങ്ങിന് ഫൈൻ കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ സേഫർ സൈഡായിട്ടേ പോകുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ ഈ ഒരു 180 വരെ പോകാം. ബട്ട് മീൻ ടൈം ആ ലാസ്റ്റ് ലൈൻ ഫാസ്റ്റ് ട്രാക്കാണ്. ആ ലൈനിലൂടെ ആൾക്കാർ ഒരു 120 മേളിൽ പോയാൽ ഈ നമ്മൾ 180 പോവുകയാണെങ്കിൽ നമുക്കും അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എനിക്ക് ഒരു വട്ടം അങ്ങനെ അടിച്ചിട്ടുണ്ട് ഫൈൻ. സോ അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് 100 സെറ്റ് ചെയ്യുന്നു, പോകുന്നു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നമ്മൾ ഈ വർക്ക്ഷോപ്പിനെ കുറിച്ച്, വണ്ടി കൊടുത്തതിനെ പറ്റി പറയുകയാണെങ്കിൽ, വർക്ക്ഷോപ്പിൽ വണ്ടി എത്തിച്ചിട്ടുണ്ട്. പ്ലാൻ ചെയ്ത പോലെ തന്നെ പുതിയ വർക്ക്ഷോപ്പിലോട്ട് വണ്ടി എത്തിച്ച് ലാപ്ടോപ്പ് വിളിച്ചാണ് വിസിയിൽ കൊണ്ടുപോയത്. അവർ ചെക്ക് ചെയ്തിട്ട് അവരുടെ ഇനിഷ്യൽ ഡയഗ്നോസിൽ അവർ പറയുന്നത് എൻജിൻ ഓയിൽ കൂളർ ആൻഡ് ഗിയർ ഓയിൽ കൂളർ, അത് ഡെഫിനറ്റ്ലി അതിൽ ഏതോ ഒരെണ്ണമാണ് ഫോൾട്ടി ആയതുകൊണ്ടാണ് ഓയിൽ വാട്ടർ മിക്സ് ആയിട്ടുള്ളത്. പിന്നെ അവരൊരു പോസിബിലിറ്റി പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട് ഈ ഓയിൽ വാട്ടർ മിക്സ് സംഭവിച്ചുകൊണ്ട്. സോ ആ 3 ഭാഗത്തും ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ വേറൊരു പോസിബിലിറ്റി ഉള്ളത് ഇതിനാണ്, വാട്ടർ പമ്പ് ഒരു പോസിബിളി പോകാനൊരു സാധ്യതയുണ്ട്. ബട്ട് അറിയില്ല, അവരെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയില്ല വാട്ടർ പമ്പ് പോകുന്നത്. ബിക്കോസ് വാട്ടർ പമ്പ് ഞാനൊരു 3 months ബാക്ക് ഇങ്ങനെ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഓവർ ഹീറ്റിങ്ങിന് ഇഷ്യൂ ഉണ്ടായി. അപ്പം അത് റോഡിൽ വെച്ചിട്ടായിരുന്നു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായി. എന്നിട്ട് ഞാൻ റിക്കവറി വിളിച്ചാണ് വർക്ക്ഷോപ്പിലെ കൊണ്ടുപോയത്. ആ ടൈമിൽ അവർ ചെക്ക് ചെയ്തപ്പോൾ വാട്ടർ പമ്പ് കംപ്ലൈൻ്റ് ആയിട്ടാണെന്നാണ് പറഞ്ഞത്. ആ ടൈമിൽ വാട്ടർ പമ്പ് മാറിയതാണ്. സോ ആ വാട്ടർ പമ്പിൻ്റെ ഇഷ്യൂ വരാൻ സാധ്യതയില്ല.
അപ്പോൾ പിന്നെ ഇവിടെ നിന്നുള്ള പാർട്സ് ഞാൻ സോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് ഇവർ ഡയറക്റ്റ് പാർട്സ് എടുക്കുവാണെങ്കിൽ അവരവരുടെ കമ്മീഷനും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് പ്രൈസ് ഹൈ ആയിട്ടേ പറയത്തുള്ളൂ. സോ പാർട്സ് ഞാൻ ഡയറക്റ്റ് ഷാർജയിൽ ഷോപ്സ് ഉണ്ട്, അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ ദുബായിലോടാണ് ഡെലിവറി ചെയ്യും. സോ അവർ ഡയറക്റ്റ്ലി വർക്ക്ഷോപ്പ് ഡെലിവറി അവർ ചെയ്യും. അത് നമ്മൾ അവരിൽ ലേബർ മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. ലേബർ അറൗണ്ട് എൻ്റെ അടുത്ത് നിന്ന് ഒരു 600 ദിറംസ് ചാർജ് ചെയ്യുന്നുണ്ട് ലേബർ. അതായത് ഏകദേശം പിന്നെ ഒരു 600 പ്ലസ് ഒരു 100 ദിറംസ് ഇതിനുണ്ട് കൂളൻ്റ്, അറൗണ്ട് ഒരു 700 ദിറം. അതെനിക്കൊരു വലിയ കുഴപ്പമില്ലാത്ത ലേബറായിട്ട് തോന്നുന്നു. ബിക്കോസ് ഈ വാട്ടർ പമ്പ് ഞാൻ ആദ്യം 3 months ബാക്ക് മാറിയെന്ന് പറഞ്ഞു. ആ ടൈമിൽ എൻ്റെ ലേബർ വാട്ടർ പമ്പ് മാറാൻ ഒരു 600 ദിറംസ് അവർ വാങ്ങിച്ചു. ബിക്കോസ് എനിക്ക് അറിയത്തില്ലാത്തൊരു കടയിലായിരുന്നു കൊണ്ടുവരുന്നത്. ബിക്കോസ് ഞാനത് അലൈനിലായിരുന്നു, വേറെ എമിറേറ്റിലായിരുന്നു. സോ എനിക്കറിയില്ലായിരുന്നു. റിക്കവറി ടീം തന്നെ ഒരു വർക്ക്ഷോപ്പ് സജസ്റ്റ് ചെയ്തു, അവിടുന്ന് മാറി. ഒരു അർജൻസി കൊണ്ട് അവർ ആ ഒരു ഇത് മുതലെടുത്ത് എൻ്റെ അത്രയും പേയ്മെൻറ്റ് ആ ടൈമിൽ വാങ്ങിച്ചായിരുന്നു. സോ ഇതൊരു അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നുന്നു. എന്തായാലും അവർ പണിത് നോക്കട്ടെ, എന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഇതിന് പല ക്യാമറ ക്വാളിറ്റി ആണെങ്കിലും മേ ബി വോയിസ് ശരിയല്ലായിരിക്കും, അങ്ങനെ പലതുണ്ട്. ബട്ട് കമ്മിങ് ഡേയ്സ് ഞാനത് ഇമ്പ്രൂവ് ചെയ്യും, അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. സോ കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു സോ മച്ച്.